അങ്ങനെ മുടക്കല്ലൂർ MMCയിൽ എത്തിയിട്ടുണ്ട് ആത്തിക്കനെ കാണിക്കാൻ. അപ്പോൾ ബാക്കി നമുക്ക് കാണിച്ചിട്ട് വിവരം പറയാം കേട്ടോ. അപ്പോൾ ഇവരൊരു മീറ്റിങ്ങിലൂടെ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടായത്. വെച്ചാൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു കണ്ടുമുട്ടലാണ് ഇന്നലത്തെ കൂടിക്കാഴ്ച കാര്യങ്ങളുള്ളത്. വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഹായ് ഗായ്സ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആത്തിക്കാനെ കൊണ്ട് കാണിക്കാനുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പള്ളിപ്പൊയിലാണെന്നുള്ളത്. പള്ളിപ്പൊയിലേക്ക് വന്നു. പള്ളിപ്പൊയിൽ നിന്ന് രാവിലെ ഏകദേശം 6 മണി കഴിഞ്ഞു. ഞങ്ങൾ പുറപ്പെട്ടു. പള്ളിപ്പൊയിൽ നിന്നും നേരെ ബാലുശ്ശേരി റോഡിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് മറ്റേ അത്തോളി റോഡിലേക്കുള്ള പട്ടർപ്പാലം അന്നശ്ശേരി വഴിയുള്ളൊരു റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതാ ചേടന്നൂർ ബാലുശ്ശേരി റോഡിലേക്ക് എത്തി. ബാലുശ്ശേരി റോഡിൽ നിന്നും നേരെ പട്ടർപ്പാലം അന്നശ്ശേരി റോഡിലേക്ക് കയറി അവിടെ നിന്നും നേരെ അത്തോളി പേരാമ്പ്ര റോട്ടിലെത്തും. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഓടാനുണ്ട് ഇവിടുന്ന്. പട്ടർപ്പാലം അത് കഴിഞ്ഞ് അന്നശ്ശേരി എത്തും. അന്നശ്ശേരിയിൽ നിന്ന് നേരെ അണ്ടിക്കോടാണ് പൊന്ത. അണ്ടിക്കോട് തൊളി റോഡിൽ പൊന്ത. ഇവിടുന്ന് ഒരു അത്യാവശ്യം പോകാനുണ്ട്. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു 20 കിലോമീറ്റർ. അണ്ടിക്കോടെത്തി. അണ്ടിക്കോട് നിന്ന് അത്തോളി റോഡിലേക്ക് തിരിഞ്ഞ് അത്തോളിൽ നിന്നൊരു 5 കിലോമീറ്റർ ആണ് ഹോസ്പിറ്റലിലോട്ടുള്ള ദൂരം. അത്തോളി ഉള്ളേരി റോട്ടിലാണ് സംഭവം. അത്തോളി ഉള്ളേരി റോട്ടിൽ മുടക്കല്ലൂർ എന്ന സ്ഥലത്താണ് മലബാർ മെഡിക്കൽ കോളേജ് MMC സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങളാണ് ഫസ്റ്റ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് പേഷ്യൻ്റ്. ഔട്ട് പേഷ്യൻ്റ് നമ്മളാണെന്ന് ഫസ്റ്റിൽ തന്നെ നമുക്ക് പേര് എഴുതാൻ പറ്റി. ഞങ്ങളിതാ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. 7:00 ടോക്കൺ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ ഏകദേശം 7 മണി ആയിരിക്കും അവിടെ എത്തുമ്പോൾ. അതിനിടയ്ക്ക് ആത്തിക്ക ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കൺസൾട്ടിങ് റൂമിൻ്റെ അവിടെ എത്തി. നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. ഞങ്ങളാണ് ഫസ്റ്റ് പേഷ്യൻ്റ്. ഇവിടെ ഏകദേശം 7:45 9 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കിട്ടണം. 2 മണിക്കൂർ കഴിയും. 7:15 ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുമ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ്. 9 മണി മതി റിപ്പോർട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ കൺസൾട്ടിങ്ങും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കഫേയിലേക്ക് വന്നതാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വെറും കാലി ചായ മാത്രം കുടിച്ച് പോകുന്നതാണ്. പിന്നെ കാണിച്ചു.
കുറവുണ്ട്. കഴിഞ്ഞ മാസത്തിനേക്കാൾ എത്രയും ഭേദമുണ്ട്, മാറ്റമുണ്ട്. അപ്പം ഇനി അടുത്ത മാസം ഒന്നും കൂടി വരണം. അപ്പം ഞങ്ങൾ ഏകദേശം പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. വണ്ടി ഇവിടെ മേലേക്ക് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. ഇനി അടുത്ത മാസം ഒന്നുകൂടെ വരണം. വണ്ടി എടുത്തു, ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ തിരിച്ച് ചേളന്നൂരെത്തി. ചേളന്നൂരിന് പള്ളിപ്പുഴയിലേക്കുള്ള റോട്ടിലേക്ക് തിരിഞ്ഞു. പള്ളിപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുഴയിലെത്തി. പള്ളിപ്പുഴയിൽ നിന്ന് വീട്ടിലോട്ട് കയറി കൊണ്ടേക്കാം. അങ്ങനെ വീട്ടിൽ വഴിയിലെത്തി. പിന്നെ ഗൈസ്, നമ്മൾ ഇപ്പം പള്ളിപ്പുഴയിൽ നിന്ന് ഇറങ്ങാണ്. പള്ളിപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ബീച്ചിലേക്ക് പോവാണ്. അവിടെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ അവര് നേരത്തെ വിളിച്ചിരുന്നു. കോഴിക്കോട് എത്തിയിട്ടുണ്ടെന്നാണ്. കോഴിക്കോടുള്ള ടീമുകളല്ല, ആലുവ ആ ഭാഗത്ത് നമ്മളെ സംഘടനയിലെ കുറച്ച് ടീമുകളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് ബീച്ചിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം. അങ്ങനെ വീട്ടിൽ നിന്നും ബീച്ചിലേക്കുള്ള യാത്രയിലേക്ക് ഞങ്ങൾ നീങ്ങി. ബാലുശ്ശേരി കോഴിക്കോട് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കക്കോടി വേങ്ങേരി വഴി കോഴിക്കോട്ടേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വേങ്ങേരി എത്തി. വേങ്ങേരിയിൽ നിന്നും NH66 കയറി കോഴിക്കോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് എത്തി. ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബീച്ചിലോട്ടുള്ള റോട്ടിൽ. അങ്ങനെ ബീച്ചിലെത്തിയിട്ടോ. ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ അവരുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ അടുത്തേക്ക് നടന്നു പോവാണ്. അപ്പോൾ അവരാദ്യമായിട്ട് കാണാണ് കേട്ടോ. ഞാൻ ഇതിൽ ഒരാളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഫോണിലൂടെയുള്ള ബന്ധം. ബാക്കി മൊത്തം പുതുമുഖങ്ങളാണ്. അതിൽ നാസർക്കനെ മാത്രമേ, ആലുവക്കാരനാണ്, മൂപ്പരെ മാത്രമേ ഞാൻ ഫോണിലൂടെയുള്ള ബന്ധമുള്ളൂ. ബാക്കി പരിചയപ്പെടണം. ഇന്ന് പോയിട്ട് പുതിയ പരിചയപ്പെടലാണ്, പുതിയ സുഹൃത്തുക്കളാണ്. ഇപ്പം ഗൈസ്, ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ ഇവരാണ്. ഇതിൽ നടുവിലിരിക്കുന്നതാണ് നാസർക്ക. പിന്നെ വണ്ടിയിലിരിക്കുന്ന നഫീസ്ത കോഴിക്കോടുള്ളതാണ്. പിന്നെ മറ്റേ വീൽ ചെയറിലിരിക്കുന്നത് മുജീബ്ക കോട്ടക്കൽ ഭാഗത്തുള്ളതാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ സയാൻ ഓരോ ആഗ്രഹങ്ങൾ, വണ്ടി കണ്ടപ്പോൾ വണ്ടി കയറണം, ജീപ്പിൽ കയറണം എന്ന് പറഞ്ഞ് അത് നാസർക്ക സ്വന്തം ഉത്തരവാദിത്വത്തിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. സയാൻ്റെ കൂടെ ദിഷാനും കയറാനൊരവസരം കിട്ടി. 2 സീറ്ററാണ്. ജീപ്പ് കയറി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് വേറൊരാഗ്രഹം, ഒട്ടകത്തിൻ്റെ മേലെ കയറണമെന്നാണ്. അതും നാസർക്ക അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിച്ചു. രാവിലെ തുടങ്ങിയ യാത്രയാണ്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കാണിച്ച് നേരെ വീട്ടിലെത്തി. വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ സുഹൃത്തുക്കൾ വന്നെന്ന്. സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
എന്നുവെച്ചാൽ അതിൽ നാസർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ പരിചയമുള്ളത്, ബാക്കിയുള്ളതൊക്കെ പുതുമുഖങ്ങളാണ്, എനിക്ക് പുതുമുഖങ്ങളാണ്. അപ്പോൾ നാസർക്കാനായിട്ട് ഫോണിലൂടെയുള്ള ബന്ധമേ ഉള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടെ വൈകിട്ട് ചായ കുടിച്ചു. രാത്രിക്കത്തെ ഫുഡ് അവരോട് എല്ലാവരും കൂടി ഓർഡർ ചെയ്തു. ഞങ്ങളവിടെ വെച്ചിട്ട് തന്നെ, ബീച്ചിൽ വെച്ചിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഏകദേശം പുലർച്ചെ 4:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല ഹാപ്പി മൂഡിലായിരുന്നു. എന്താ ഒരു വല്ലാത്തൊരു സംതൃപ്തി തോന്നി അവിടുത്തെ ഒരു കൂടിക്കാഴ്ചയിൽ. എന്താണെന്ന് വെച്ചാൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോവാണല്ലോ. അപ്പോൾ ഇവരൊരു മീറ്റിങ്ങിലൂടെ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടായത്. വെച്ചാൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു കണ്ടുമുട്ടലാണ് ഇന്നലത്തെ കൂടിക്കാഴ്ച കാര്യങ്ങളുള്ളത്. വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞങ്ങളിപ്പോൾ 4:30 വീട്ടിലെത്തി. സുബഹി ബാങ്ക് കൊടുക്കും. അപ്പോൾ സുബഹി സ്കരിച്ച് എന്നിട്ട് വേണം ഉറങ്ങാൻ. ഉറക്കത്തിലോട്ട് പോവാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ജേണി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു ഹാപ്പിയാണ്. ഞാൻ ജസ്റ്റ് അവരൊന്ന് വിസിറ്റ് ചെയ്ത് രാത്രി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പോയത്. പക്ഷെ അവരുടെ പ്ലാനിങ് വേറെ ആയിരുന്നു. അവരുടെ പ്ലാനിങ് അവിടെ പുലർച്ചെ അവരെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവരൊന്നായിട്ട് വന്നത്. അവർ രാവിലെ എങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അവർ ആലുവത്തെ ടീമാണ്. അവരിപ്പോൾ താമസിക്കുന്ന എടപ്പാളാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർ കൂടെ തന്നെ വന്നതാണ്. അതിൽ കോട്ടക്കലുള്ള മുജീബ് കണ്ട്, പിന്നെ അവിടുത്തെ നഫീസ്ത അതിവിടെ തന്നെയാണ്, കോഴിക്കോടാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ അങ്ങനെ ഞാൻ പോയിൻ്റെ ശേഷം എത്തി. ബഷീർക്ക വന്ന്, പിന്നെ ബാസിത്ത് വന്ന്, അവരൊക്കെ അടിവാരം കൊടുവള്ളി ഭാഗത്തുള്ളതാണ്. അങ്ങനെ ഒരു 5-6 പേര് ഫാമിലി അടുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ചില്ല് മൂഡായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നല്ല ഹാപ്പി മൂഡോട് കൂടി ഞങ്ങളത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ ചാനലൊന്ന് വികസിപ്പിച്ചെടുക്കണം. വികസിപ്പിച്ചെടുക്കാറില്ല, അങ്ങനെയല്ല, ചാനൽ നമുക്കൊന്ന് വളർത്തണം. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ കമൻ്റ് അടിക്കാൻ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണം. എന്തുണ്ടെങ്കിലും പറയാം. അതിനൊന്നൊരു മടി വിചാരിക്കേണ്ട. എന്തുണ്ടെങ്കിലും പറയാം. എന്നാലേ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ലൈക്കും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള നമുക്കൊരു തോന്നലുണ്ടോ. എന്തൊക്കെ പോരായ്മകളുണ്ടെന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയണം. അപ്പോൾ പറഞ്ഞ മാതിരി ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.